വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈദ് സ്പെഷ്യൽ റൈസ് റെസിപ്പിയും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു കോംബോ ആണ്. അതായത് ബുഖാരി റൈസും കൂടെ വെച്ചിട്ടുള്ളത് മന്തി ചിക്കനുമാണ്. ഇത് രണ്ടും കൂടി ഭയങ്കര അടിപൊളി കോംബോ ആണ്. കാരണം ഞാൻ നോമ്പിന് 1-2 തവണ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ മന്തി കഴിച്ച് മടുത്തെങ്കിൽ അല്ലെങ്കിൽ മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബുഖാരി റൈസും അതുപോലെ മന്തി ചിക്കനും കൂടിയുള്ള കോംബോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ബുഖാരി റൈസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മന്തിയുടെ ആ ഒരു ചിക്കനും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റൈസിൻ്റെ കൂടെ ചിക്കനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഓയിൽ ചൂടാക്കിയിട്ട് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉണക്കമുന്തിരിയാണ്. 2 തരം മുന്തിരി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് റൈസിൻസും എടുത്തിട്ടുണ്ട്, നോർമൽ റൈസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് ഓയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ടുള്ളത് എടുക്കുന്നുണ്ട്. പിന്നെ വറുക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ക്യാരറ്റും അതുപോലെ ഉണക്കമുന്തിരിയും. ഇനി സെയിം ഓയിലിലേക്ക് തന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, കറുവപ്പട്ട, ഇതെല്ലാം കൂടി കുറേശ്ശെ എടുത്തിട്ട് ഒന്നുകൊണ്ട് വറുത്തെടുക്കാം. അതിലോട്ട് നമ്മൾ 2 സവോള നല്ല കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് സവോള ഒന്ന് കുക്കായിക്കോട്ടെ. ഇതിൽ നമ്മൾ ഒരുപാട് സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. ഒരു വൈറ്റ് കളറിൽ നമ്മൾ നെയ്ച്ചോറിൻ്റെ രീതിയിലാണ് നമുക്ക് ഈ ഒരു റൈസ് വേണ്ടത്, ബുഖാരി റൈസ്. പക്ഷേ ഭയങ്കര ഫ്ലേവർഫുൾ ആയിരിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോളയിലേക്ക്. പിന്നെ ഇതിൽ റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആവും, പക്ഷേ ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ സവോളൊക്കെ ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ചിക്കന് തൊലിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചിക്കന് 2 കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചിക്കന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 900 ഗ്രാമിൻ്റെ ചിക്കനാട്ടോ. എപ്പോഴും ഏത് അറബിക് റൈസ് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും തൊലിയുള്ള ചിക്കനൊക്കെ വലിയതായിട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ എപ്പോഴും എടുക്കേണ്ടത് വളരെ ചെറിയ ഗ്രാമിൻ്റെ ചിക്കനാട്ടോ. പിന്നെ ഞാൻ ഒരു വലിയ തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഈ സവോളയുടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഉണങ്ങിയ നാരങ്ങയും 1/2 ടീസ്പൂണ് മാത്രം അറബിക് സ്പൈസ് പൗഡറും ചേർത്തിട്ടുണ്ട്. ഈ ഒരു റൈസിൻ്റെ കളറ് മാറാൻ പാടില്ല, വൈറ്റ് കളറിലാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഒരുപാട് അറബിക് സ്പൈസ് പൗഡർ ചേർക്കണ്ട. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഒരു ടൊമാറ്റോ എടുത്തിട്ടുള്ളത്, ഒരു വലിയതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ 2 ചെറുതെടുത്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങൾ സ്റ്റോക്ക് ചേർക്കുന്നില്ല എന്നാണെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ചേർക്കണം. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ റൈസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ബസ്മതി റൈസായിട്ട് എടുത്തിട്ടുള്ളത്. മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെല്ല ബസ്മതി റൈസ് അല്ല, ഇത് നോർമൽ ബസ്മതി റൈസാണ്. അപ്പം നീളമുള്ള അരി, നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ എടുക്കുന്ന നീളമുള്ള അരി, അത് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ചിക്കനിലോട്ട്. അപ്പോൾ തന്നെ നമ്മളെ മസാല ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചിക്കൻ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഗ്രാമിൻ്റെ എണ്ണ എടുക്കാൻ നോക്കണം കേട്ടോ. അതുപോലെ ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തോളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് എന്താ പറയുക, ഇറച്ചിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം ചിക്കൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സാധാ ബുഖാരി റൈസിൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ചേർക്കില്ല. ചിക്കന് പകരം ഫ്ലേവറാണ്, ചിക്കൻ്റെ പൗഡറോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഈ ചിക്കൻ ഇതിലൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് റൈസിൽ കിട്ടും. ചിക്കൻ സ്റ്റോക്ക് ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന മെത്തേഡാട്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളി മെത്തേഡാണ്, നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിലോട്ട് ഞാൻ 7.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതായത് 4 കപ്പ് അരിയല്ല എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. അതായത് 8 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാൻ 8 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, ഒരു 7.25 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. കാരണം അപ്പോഴായിരിക്കും കറക്റ്റ് കിട്ടുന്നത്. നമ്മൾ അരി വെന്ത് കുഴയാൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പം ചൂട് വെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ളത്, അത് ഒഴിച്ചിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി ചിക്കൻ ഉണ്ടാക്കണമല്ലോ. അതിനായിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുറച്ച് പച്ചമല്ലി, പിന്നെ ഇതിലോട്ട് ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ ഒരു നുള്ള് റെഡ് ഫുഡ് കളർ, എന്നാലേ ആ ഒരു മന്തി ചിക്കൻ്റെ ഒരു കളർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ചേർക്കണം കേട്ടോ കളറ്. ഇനിയിപ്പം ആ കളർ കിട്ടാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്ത ലുക്ക് കിട്ടും. അതുകൊണ്ട് ഞാനിത് ഗ്രില്ല് ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം.
അപ്പം ഈ ഒരു മസാലയിലാണ് നമ്മൾ ഈ അവിടെ വേവിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലൊന്ന് നന്നായിട്ട് ദമ്മിടുന്നുണ്ട്, കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു മന്തിൻ്റെ ചിക്കൻ്റെ ഫ്ലേവറും കിട്ടും, എന്നാൽ റൈസ് ആണെങ്കിൽ ബുഖാരി റൈസും ആവും. അത് രണ്ടും കൂടി സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്താ ചിക്കന് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്, കാരണം ചിക്കന് വേവിച്ച വെള്ളം അതിൽ പോയിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൈസിനും നല്ല ഫ്ലേവർഫുൾ ആവും, എന്നാൽ ചിക്കൻ അന്ന് നന്നായിട്ടൊന്ന് ഉള്ളിലൊക്കെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് കിട്ടാനും സഹായിക്കും. അപ്പം ഇതിൽ നിന്ന് ഇട്ടിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മസാലയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇനി റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം വേണം അരി ഇട്ട് കൊടുക്കാൻ. അരി നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കരുത് കേട്ടോ, കാരണം നമ്മൾ വെള്ളം അളന്നിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരി ഒന്ന് കുക്കാക്കി എടുക്കുക. നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അരി അരിയിൽ കിടന്നിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു മന്തി മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇത് കുക്ക് എടുത്ത ശേഷം നമ്മൾ സാധാ മന്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക 5 മിനിറ്റ്. അതിനുശേഷം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്കിത് ദം ഇടാനുണ്ട്. എന്നാലേ നമുക്ക് ചിക്കൻ്റെ അകത്തൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് ചിക്കൻ കിട്ടുള്ളൂ. അപ്പോൾ കുറേ നേരം വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കുക്കായതിന് ശേഷം നമ്മൾ മുകളിൽ അരിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ദം ഇടുമല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് ദം ഇടാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കനാണ് ഇവിടെ ദം ഇടുന്നത് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കുക, പിന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ കവർ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അപ്പോഴേക്കും നമ്മുടെ ബുഖാരി റൈസ് ഇതാ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ വേറൊരു സംഭവം ദമ്മിട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക ആദ്യം. അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുക്കാത്ത ക്യാരറ്റും ഉണക്കമുന്തിരിയാണ്, അത് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു റൈസിൽ കുറേ ഉണക്കമുന്തിരിയും അതുപോലെ ക്യാരറ്റും ഒക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. അത് ആദ്യം വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം ഒരു ഫ്ലേവറൊക്കെ ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ ഉണക്കമുന്തിരി സൈഡിൽ മാറ്റി വയ്ക്കാം, പക്ഷേ ആ ഉണക്കമുന്തിരിയുടെ ആ ഒരു ഫ്ലേവറും ഇതൊക്കെ നമുക്ക് ആ റൈസിൽ വരുന്നുണ്ട്. അപ്പം ഒത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ദമ്മിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് വറ്റിക്കോട്ടെ. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ടല്ലോ, അത് വരേക്കും നമുക്കൊന്ന് ദമ്മിട്ടിട്ട് അവിടെ കിടക്കട്ടെ. ചെറിയ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഏകദേശം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ കിടന്നോട്ടെ. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ അവിടെ റെഡിയാക്കാനുണ്ടല്ലോ. അപ്പോൾ ആ ചിക്കൻ ഇതാ തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാനുണ്ട്, ഒന്ന് ദമ്മിൽ കിടക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെക്കുക. അല്ലെങ്കിൽ കുറച്ചധികം വെച്ചാലും കുഴപ്പമില്ല, കാരണം ഇതിൽ അത്യാവശ്യം ഓയിലുണ്ടല്ലോ താഴെ. അപ്പോൾ അതുകൊണ്ട് അത് ഡ്രൈ ആയി പോകുന്നില്ല. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ അവിടെ വെക്കുക കേട്ടോ. അപ്പോൾ രണ്ടവിടെ കിടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷ് ഒന്ന് റെഡിയാക്കി എടുക്കുക. കുറച്ച് മല്ലിയില, 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല റെഡ് കളർ തക്കാളിനെ എടുക്കുക. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ചോപ്പർ ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊരു ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സൈഡ് ഡിഷ് റെഡിയായി. ഇതാണ് നമ്മൾ മന്തിയുടെ കൂടെയും ബാക്കി ഇതുപോലത്തെ അറബിക് റൈസ് റെസിപ്പീസിൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കുന്ന ടൊമാറ്റോ ചട്നി. ഇത് എപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. ഞാൻ മുമ്പ് നമ്മുടെ മന്തിയുടെ റെസിപ്പി ഷെയർ ചെയ്ത സമയത്ത് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനിത് കൊടുക്കാറില്ല റെസിപ്പി. അപ്പോൾ ഇതിൽ എന്തായാലും കുറേ പേര് ചോദിക്കുന്നതല്ലേ, അപ്പോൾ ആ റെസിപ്പി ഇനി കാണിക്കേണ്ട വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ്. ഇത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ തൈര്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രീൻ കളറുള്ള ഒരു തൈര് ഉണ്ടാവില്ലേ, അതാണിത്. അപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ ഒന്ന് ക്യാപ്സിക്കം സെപ്പറേറ്റ് ക്രഷ് ചെയ്തിട്ട് ഇതിന് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ തൈരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു റൈസിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷുകൾ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മന്തിയുടെ ചിക്കൻ ഇതാ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇതിലിപ്പം കളർ ആഡ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൽ നിന്ന് ആ വെള്ളം മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് കുറുക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് സൂപ്പാക്കി എടുക്കാം. കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സൂപ്പാക്കി എടുക്കാമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കളർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. അപ്പം ആ ചിക്കൻ വേവിച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഇറങ്ങി വരുന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം
ഇനി നമുക്ക് റൈസിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ബുഖാരി റൈസ്. അപ്പം ഇതും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ലാസ്റ്റ് ടോപ്പിംഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് റൈസൊക്കെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഓവറായിട്ട് കുക്കായിട്ടില്ല, എന്നാൽ നല്ലോണം സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ റൈസ്. നെയ്ച്ചോറല്ല, എന്നാൽ മന്തിയല്ല, അങ്ങനെയുള്ളൊരു മിക്സഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ സ്റ്റോക്ക് ഒന്നും ചേർക്കാത്ത നല്ല റൈസാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ചിക്കൻ, നമ്മൾ മന്തി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മളെ മന്തി അല്ലെങ്കിൽ റൈസ് റെസിപ്പീസൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് ഞാനിത് പ്ലേറ്റ് ചെയ്യൽ. അപ്പം ഒന്ന് കളർന്ന് മാറ്റാം എന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾക്ക് എല്ലാതും തമ്മിൽ കാണുമ്പോൾ എല്ലാതും ഒരേപോലെ ആവും വിചാരിച്ചിട്ടാണ് ഈ ഒരു പാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വേറൊരു എന്താ പറയുക, റൈസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാരറ്റും ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ മാറ്റി വെച്ചില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബുഖാരി റൈസ് വിത്ത് മന്തി ചിക്കൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പീസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഭയങ്കര നല്ല സൂപ്പർ കോംബോ ആണ് ഇത് രണ്ടും കൂടി. മന്തി ചിക്കൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും ഈ ഒരു റൈസ് റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏത് അറബിക് റൈസ് റെസിപ്പീസ് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചിക്കൻ എടുക്കുക കേട്ടോ. 800 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 900 ഗ്രാമിൻ്റെ ഒക്കെ എടുക്കുക. ഞാനിപ്പം 900 ഗ്രാമിൻ്റെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇഫ്താറിൻ്റെ സമയത്തേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈസ് റെസിപ്പിയും കൂടിയാണിത്. കാരണം ഞാനത് ഇഫ്താറിന് നമുക്ക് അധികം മസാല ഉള്ളതൊന്നും അല്ലെങ്കിൽ അധികം കളറുള്ളതും അങ്ങനെയുള്ളതും നമുക്ക് കഴിക്കാൻ തോന്നില്ലല്ലോ. അപ്പം ഇതാണെങ്കിൽ മന്തിയുടെ ചിക്കനിൽ നമ്മൾ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷേ റൈസിൽ സ്റ്റോക്ക് ഇട്ടിട്ടില്ല. സ്റ്റോക്ക് ഇടാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നിട്ട് പോലും നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു. അപ്പോൾ സ്റ്റോക്ക് ഇടാണ്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. സ്റ്റോക്ക് ഇടാൻ ഒട്ടും നിർബന്ധമില്ല, ഇട്ടാൽ കുറച്ചുകൂടെ ഫ്ലേവർഫുൾ ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബുഖാരി റൈസ് വിത്ത് മന്തി ചിക്കൻ. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റൈസ് റെസിപ്പി കോംബോസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നോ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.